ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു 6 പാനൽ ഫ്രോക്കാണ് കുട്ടികൾക്കായുള്ളത്. അതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 29 നീളവും 29 ഇഞ്ച് നീളവും ഇവിടെ 14 ഇഞ്ച് വീതിയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 4 പീസ് വരും. 4 ഇങ്ങനെ 4 പീസായിട്ട് കിട്ടും. ഈ 4 ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 9 ഇഞ്ച് നമുക്ക് താഴോട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തണം. അവിടുന്ന് ആ 9 ഇഞ്ച് ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ട് ഇവിടുന്ന് മേലോട്ട് വെച്ച് നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് കറക്റ്റ് ആയില്ലേ? എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു സ്കെയിൽ എടുത്തിട്ട് ഇവിടുന്ന് നേരെ താഴോട്ട് ഇതിൻ്റെ അടിവശം വരെ നമുക്കിങ്ങനെ ഇതാക്കി വരച്ചു കൊടുക്കുക. എല്ലാവർക്കും കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ച് തെളിച്ച് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ ഇപ്പം ഞാനിങ്ങനെ വരച്ച് വെച്ചില്ലായിരുന്നോ, അത് നമ്മൾ ഇപ്പം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിനോട് ജോയിൻറ്റ് ചെയ്യാനുള്ള പീസാണിത്. അപ്പം ഇതിൻ്റെ നീളം ഞാൻ എടുത്തേക്കുന്നത് 29 ഇഞ്ചും വീതി 7 ഇഞ്ചുമാണ്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കട്ട് ചെയ്യാനുണ്ട് ഇത്. അപ്പം ഇത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കണം. 1/2 ഇഞ്ച് നീളത്തിൽ പിന്നെ ഇങ്ങോട്ട് നമുക്ക് കയറ്റി വെക്കണം ഇതിൻ്റെ മുകളിലോട്ട്. നമ്മൾ കട്ട് ചെയ്യുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം ഇളകി പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഇപ്പം ചിലപ്പോൾ ചില തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല തുണിയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഉറച്ച് നിൽക്കും. അപ്പോൾ അതിന് നമുക്കിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ചെറിയ ഇങ്ങനത്തെ മുട്ടുസൂചി ഉണ്ടാവും അല്ലേ, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പിന്ന് ചെയ്തെടുക്കാം എല്ലാം. അപ്പം നമ്മളിവിടെ പിന്ന് കുത്തി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ്, നെക്ക് വിഡ്ത്ത്, അതെല്ലാം നമുക്കിവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷോൾഡർ ഇവിടെ നമുക്ക് 5 എടുക്കാം. അതുപോലെ ആം ഹോളും താഴത്ത് നമുക്ക് 5 തന്നെ നമുക്കിവിടെ അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തി ഇതിനോട്ടൊരു ജസ്റ്റ് ഇങ്ങോട്ടൊരു വരയിട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു 8 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് വെസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ ഒരു 7 നമുക്ക് ഇതിനകത്ത് യോജിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ താഴോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. അതൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈക്കുഴി ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഞാൻ ഇത് അളവെടുത്തേക്കുന്നത് നമുക്ക് തയ്ക്കുമ്പോൾ വരുന്ന ഇതെല്ലാം നമ്മൾ തുണി എക്സ്ട്രാ ഇടണമല്ലോ, അതെല്ലാം ഞാൻ കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ ഈ അളവ് പറഞ്ഞേക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. അപ്പോൾ കൃത്യ അളവല്ല. ഞാൻ എക്സ്ട്രാ തുണി ഉള്ളത് തയ്യൽ തുമ്പിനുള്ളത് ഞാനിവിടെ കൂട്ടിയിട്ടിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നെക്കിൻ്റെ നീളവും വിട്ടെല്ലാം നമുക്ക് എടുക്കണം. അപ്പോൾ അത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ കഴുത്തിന്. ഷോൾഡറിൻ്റെ വീതി ഇങ്ങനെ ഇറക്കം ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് അതിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. നിങ്ങൾ
ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഡിസൈൻ ഞാനിപ്പോൾ ഒരു ചെറിയൊരു റൗണ്ടാണ് കൊടുക്കുന്നത്. ഞാൻ ബാക്കും ഫ്രണ്ടും ഒരേ അളവ് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ബാക്ക് ഫ്രണ്ടും വേറെ വേറെ ഒന്നും എടുത്തിട്ടില്ല, ഒരേ അളവിൽ തന്നെ ഞാൻ കഴുത്ത് കട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് കാണാവേ. ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇപ്പോൾ തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ കിട്ടണം. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും, ഈ സൈഡും ഈ ഭാഗവും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാവേ. നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് ഫ്രോക്ക്. അപ്പം ഞാനതിൽ കഴുത്ത് തയ്ക്കുന്നതും കൈ അടിക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതെല്ലാം ജസ്റ്റ് ഒരു ക്രോസ് പീസ് വെച്ച് ഞാൻ മടക്കി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഇനി നാളെ നമുക്ക് കാണാം.